ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായിട്ട് പ്ലാൻ ചെയ്ത് മുടങ്ങി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രിപ്പ് അങ്ങനെ ഇന്ന് പോകാമെന്ന് വിചാരിച്ച് പാക്ക് ചെയ്യുകയാണ്. വേറെ എവിടെയല്ല, നന്ദി ഹിൽസും ഈഷ ഫൗണ്ടേഷനും ഒക്കെ ആയിട്ട് അതെല്ലാം ഒരു ഏരിയയിലാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ മൊത്തം കവർ ചെയ്തിട്ട് ഇങ്ങനെ വരാമെന്ന് വിചാരിച്ച് കുറേ നാൾ കൊണ്ട് 2 വർഷത്തോളമായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. പക്ഷേ ഇതുവരെ നടന്നില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ക്രിസ്മസിന് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ ഞങ്ങൾ പെട്ടിയെല്ലാം പാക്ക് ചെയ്തു. 1 ഡേ ട്രിപ്പ് പോയിട്ട് വരാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ വരാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി ഇൻ കേസ് പറ്റിയില്ല എങ്കിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യാനായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പാക്കിങ് കഴിഞ്ഞിട്ട് നേരത്തെ തന്നെ കിടന്നുറങ്ങാമെന്ന് വിചാരിക്കുന്നു. കാരണം രാവിലെ ഏർലി മോർണിംഗിൽ തന്നെ എണീക്കണ്ടേ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്. ഒരു 6 o'clockനെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിക്കുന്നു. അവനെ വിളിച്ചുണർത്തിയിട്ടുണ്ടായിരുന്നു. അവന് ബെഡിൽ നിന്ന് എണീറ്റ് വന്ന് സോഫയിൽ കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ. പിന്നെ അവിടെ ഇരിക്കട്ടെ, ഞങ്ങൾ രണ്ടുപേരും കുളിച്ചൊക്കെ റെഡിയായി കഴിയുമ്പോൾ വിളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ചെറിയൊരു ആക്ഷനൊക്കെ കണ്ടു കാണുമല്ലോ അല്ലേ. പുഷ്പ 2 കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ട് ഇങ്ങനെ ചെറിയൊരു ആക്ഷൻ കാണിച്ചൊക്കെ നടക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി ഇറങ്ങണം. കുറേ ലഗേജൊക്കെ ആയിട്ടാണ് ഇറങ്ങുന്നത് കേട്ടോ, വേറൊന്നുമല്ല. അതിനകത്ത് നിറയെ വെള്ളം, പിന്നെ ചായ എടുത്തിട്ടുണ്ട്. ചേട്ടൻ ഇടയ്ക്ക് കുടിക്കാൻ ഫ്ലാസ്കിൽ കുറച്ച് ചായ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ചായ എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 6 മണി ആകുമ്പോഴത്തേക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചാണ് റെഡിയായൊക്കെ വന്നത്. റെഡിയായി വന്നു കഴിഞ്ഞപ്പോൾ 6:45 7 മണി ആവാറായി കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഫ്രണ്ടിൽ കയറി ഞാനിങ്ങനെ ബാക്കി വന്നു. ഇത് എപ്പോഴും ഇവിടുത്തെ പതിവാണ്. എന്നെ ഫ്രണ്ടിൽ ഇരുത്തത്തില്ല എൻ്റെ മോന്. അവൻ എപ്പോഴും ഫ്രണ്ടിലിരിക്കണം. പിന്നെ ഞങ്ങൾ തമ്മിലൊരു ഗുസ്തിയൊക്കെ ഇട്ടിട്ട് ഫൈറ്റൊക്കെ നടത്തിയിട്ടാണ് ഞാൻ മിക്കവാറും ഫ്രണ്ടിലിരിക്കുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മളൊരു അമ്പലത്തിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഘാട്ടി സുബ്രഹ്മണ്യ ടെമ്പിളിലോട്ടാണ് ആദ്യം പോകുന്നത്. മജസ്റ്റിക് വഴിയാണ് നമ്മൾ പോകുന്നത്. മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് റൈറ്റ് എടുത്ത് വന്നിട്ട് ഈ ഒരു ലെഫ്റ്റിലോട്ടുള്ള റോഡിൽ കയറണം. അങ്ങനെ ആ ഒരു ഒറ്റ റോഡിലങ്ങ് പോവുകയാണ് കേട്ടോ. അങ്ങനെ കുറേ ഞങ്ങൾ വന്ന് കഴിഞ്ഞപ്പം ചേട്ടന് ചെറിയ ക്ഷീണം തോന്നിയിട്ട് ചായ കുടിക്കുകയാണ്. അവിടെ കുറച്ച് നേരം നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത് ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യുവാണ് കേട്ടോ. ഇതാണ് അമ്പലത്തിലോട്ടുള്ള ഗോപുരം. ഇതിൻ്റെ അകത്തോട്ട് കയറി പോകണം. നാഗങ്ങളുടെ അമ്പലമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഗോപുരം കയറി കുറേ അകത്തോട്ട് വന്നു കഴിയുമ്പോൾ ഭയങ്കര ഹള്ളി പ്രദേശമാണ്. മീൻസ് വില്ലേജ്, ഭയങ്കര വില്ലേജാണ് കേട്ടോ. ഇവിടെ കുറേ ഒരു 2-3 കിലോമീറ്ററോളം 2 സൈഡിലായിട്ടും കാളകൾ ഇങ്ങനെ ഷെഡ് കെട്ടിയിട്ട് കാളകളെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ആക്സസറീസ്, മീൻസ് അത് കാളയുടെ കഴുത്തിൽ കെട്ടുന്ന കയറ്, മണി, അങ്ങനെ കുറേ സാധനങ്ങൾ അങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേരുടെ ഫ്ലെക്സ് ഒക്കെ വെച്ചേക്കുന്നുണ്ട്. അവിടെ എന്തോ ഫെസ്റ്റിവലാണോ എന്തോ നമുക്കറിയില്ല. ഫൈനലി നമ്മൾ അമ്പലത്തിലെത്തി. കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് പാർക്ക് ചെയ്യുന്നതിനുള്ള പാർക്കിംഗ് ചാർജ് അവർ സെൻറ്റർ വെച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 30 രൂപയോ മറ്റോ ആണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ പൂജാ സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ പൂജാ സാധനം വയ്ക്കുന്ന ആൻറ്റി പറഞ്ഞു അവിടെ ഇങ്ങനെ നാഗത്തിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്, അതിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒരു ഗ്ലാസ് പാല് വാങ്ങിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. ചിലരൊക്കെ അവിടെ പൂജയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. തിരിയൊക്കെ വെച്ചിട്ട് ഇതുപോലൊരു രൂപം കുറച്ച് ഫ്രണ്ടിലോട്ട് നടക്കുമ്പം റൈറ്റ് സൈഡിലുണ്ട്. അങ്ങനെ നമ്മൾ 3 പേരും അങ്ങനെ പൂജയൊക്കെ ചെയ്തു. എന്നിട്ട് ഇനി അവിടുന്ന് മെയിനായിട്ടുള്ള അമ്പലം മുകളിലാണ്, അങ്ങോട്ട് നടക്കണം. അങ്ങോട്ട് പോകുന്ന വഴിയിലൊക്കെ 2 സൈഡിലും ഇതുപോലെ നാഗത്തിൻ്റെ രൂപങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു അമ്പലത്തിനകത്ത് നിറയെ പൂജയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലായിട്ടാണ് പ്രധാന അമ്പലം ഉള്ളത്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവാണ്. സ്റ്റെപ്പ് കയറാതെ തന്നെ അപ്പുറത്തൂടി വേറൊരു വഴി ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാണ് മനസ്സിലായത്. അങ്ങനെ നമ്മൾ മെയിൻ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി. അതാണ് ഗോപുരം. ഇനി അകത്തോട്ട് കയറാം. അകത്ത് കയറുമ്പോൾ താഴോട്ട് പടി ഇറങ്ങി പോകുമ്പോഴാണ് അമ്പലം. അവിടെ ഇങ്ങനെ സൈൻ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ അമ്പലത്തിൽ വരുന്നത് കേട്ടോ. ചേട്ടൻ മുന്നേ ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ അമ്പലത്തിനെ കുറിച്ച് അറിഞ്ഞത്. ആക്ച്വലി ഈ അമ്പലം ഉള്ളത് ദൊഡ്ബല്ലാപുരം എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ദൊഡ്ബല്ലാപുരം ദേവനഹള്ളി എയർപോർട്ട് റോഡിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഈ ക്ഷേത്രം ഉള്ളത്. നിങ്ങൾ ബാംഗ്ലൂർ താമസിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ബാംഗ്ലൂർ വരുമ്പോൾ ഇഷയിലൊക്കെ പോവുകയാണെങ്കിൽ ഈ അമ്പലം ഇഷയുടെ അടുത്തെന്ന് പറയാൻ പറ്റില്ല. അവിടുന്ന് പിന്നെയും 2 hours ജേണി എന്തോ ഉണ്ട്. അപ്പോൾ ആ റൂട്ടിലായതുകൊണ്ട് വേണമെങ്കിൽ ഈ അമ്പലത്തിലും കൂടി കയറി തൊഴുതിട്ടൊക്കെ പോവാം. ഞങ്ങളൊരു 8:30 മറ്റോ ആയപ്പോഴത്തേക്കും അമ്പലത്തിലെത്തി കേട്ടോ. അപ്പോൾ അവിടെ പൂജ നടക്കുന്നേ ഉള്ളായിരുന്നു. പൂജ കഴിഞ്ഞിട്ട് 9 o'clock 9:30 മറ്റോ ആവത്തോളം എന്ന് പറഞ്ഞു.
പക്ഷെ ഞങ്ങളെ പിന്നെ ഒരു ചേട്ടന് സംതിങ് കൊടുത്തിട്ട് ഞങ്ങൾ അകത്തൂടെ കയറി തൊഴുതിട്ട് വെളിയിൽ വന്നപ്പോൾ അവിടെ പ്രസാദം ഉണ്ടായിരുന്നു. എന്തോ ഒരു റൈസ്, എനിക്കറിയില്ല ലെമൺ റൈസ് ആണോ ചിത്രാന്നാണോ എന്താണെന്നറിയില്ല, എന്തോ ഒരു റൈസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പായസം ഉണ്ടായിരുന്നു. അതിത്രയും ഞങ്ങൾ അവിടുന്ന് കഴിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അതായി. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പ്രസാദമൊക്കെ കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങൾ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുമ്പോഴേക്കും ബൈ ബൈ, ടേക്ക് കെയർ.